students. Our last class was recruitment. We will discuss the topic of internal source of recruitment. Internal source of recruitment. So internal source of recruitment നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയാണ് എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു പുതിയൊരാളെ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ റിക്രൂട്ട്മെന്റ്. ആ റിക്രൂട്ട്മെന്റ് നമുക്ക് മെയിൻലി രണ്ടായിട്ട് തിരിക്കാം. ട്രാൻസ്ഫർ എന്നും പറയാം, പിന്നെ എന്തെന്നും പറയാം, പ്രൊമോഷൻ എന്നും പറയാം. എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയാം? ട്രാൻസ്ഫർ എന്നും പറയാം, പിന്നെ എങ്ങനെ പറയാം, പ്രൊമോഷൻ എന്നും പറയാം. അപ്പൊ എന്താണ് പ്രൊമോഷൻ? എന്താണ് പ്രൊമോഷൻ? എൻ്റെ ഒരു ചോദ്യം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നതായിരിക്കും പ്രൊമോഷൻ എന്ന് പറയുന്നത്. എക്സാക്ട്. അതായത് ഒരാൾക്ക് എന്താ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് വേറെ ജോബിലോട്ട് പോകുമ്പോൾ ഹൈ സാലറി, ഹൈ സ്റ്റാറ്റസ്, അതേപോലെ തന്നെ എന്താണ് ഹൈ അക്കോമഡേഷൻ, അതെല്ലാം കിട്ടുന്ന സ്റ്റേജാണ് എന്ന് പറയുന്നത് പ്രൊമോഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ സ്റ്റേജിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ ലൈഫ് സ്റ്റൈൽ മാറും. പുള്ളിയുടെ വർക്ക് ലോഡ് സെയിം ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം പുള്ളി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൻ്റെയും കാട്ടി അഡ്വാൻസ് ഡെവലപ്മെന്റ് ആയിരിക്കും പുള്ളി എന്ത് ചെയ്യുന്നത് ഇനി പോകാനായിട്ട് പോകും. അതേപോലെ പുള്ളിയുടെ സാലറി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെവലിലിരിക്കുന്ന എംപ്ലോയി അതേപോലെ തന്നെ പുള്ളിയുടെ വർക്കോ ജോലിയോ ഒന്നും മാറാതെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാമിക് ആകുമ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ പ്രോത്സാഹനം ആകുമ്പോൾ പറഞ്ഞു, വിദ്യാഭ്യാസ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടായിട്ട് ട്രാൻസ്ഫർ എന്ന് പറയും, അതേപോലെ പ്രൊമോഷൻ എന്ന് പറയും. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ സ്കില്ലും അതേപോലെ തന്നെ ജോബും വർക്കും സ്റ്റാറ്റസും എല്ലാം ചേഞ്ച് ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു വെർട്ടിക്കൽ ഫ്ലോ ചെയ്യണമെന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഒരു വെർട്ടിക്കൽ ഫ്ലോ ചെയ്യണമെന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഒരു പറയാം. അതെ, ഒരു യൂണിഫോം ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. അവിടെ ഒന്നുമില്ല ഒരു വലിയൊരു ചേഞ്ചസ് ഇവിടെ വരത്തില്ല, അതിനകത്ത് വരത്തില്ല. പ്രൊമോഷൻ്റെ അകത്താണെങ്കിൽ പുതിയ എന്ത് കൂടുതൽ സ്റ്റാറ്റസ് കൂടും, അതേപോലെ അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ ഒരു ചോദ്യം, ഒരു എംപ്ലോയിക്ക് എങ്ങനെയൊക്കെയായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ പ്രൊമോഷൻ കിട്ടുന്നത്? അതായത് ആ ഇൻഡിവിജ്വൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടും. അവരുടെ ടാർഗറ്റ്സ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടും. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് രണ്ടായിട്ട് പ്രൊമോഷൻ എന്ന് പറയും. പ്രൊമോഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ എംപ്ലോയിയുടെ സ്റ്റാറ്റസ് കൂടുന്നത്, അതായത് ആ വർക്കിന് ആ സ്റ്റാറ്റസ് കൂടുന്നതിനാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആ ഒരു ജോബ് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതിനാണ് ട്രാൻസ്ഫർ. ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രൊമോഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരുന്നത്, സാലറി കൂടും. അതേപോലെ തന്നെ ആ പുള്ളിക്ക് വീണ്ടും വർക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കൂടും. ഒരു മോട്ടിവേഷൻ ആർക്കുണ്ടാവും, ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനുണ്ടാവും. അതേപോലെ തന്നെ എന്താ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് എന്ത് വരും, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരും ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോഷൻ കൊണ്ട് ഇൻഡിവിജ്വൽ ഉണ്ടാകുന്ന നേട്ടങ്ങളുണ്ടാവും. പക്ഷേ പ്രൊമോഷൻ കൊണ്ട് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന നേട്ടങ്ങളുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്യും? കൂടാനായിട്ട് സഹായിക്കും. അവരുടെ ഗോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ സാധിക്കും. അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസും അതേപോലെ തന്നെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതുമായിട്ട് പെട്ടെന്ന് കോപ്പപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ ആരെ സഹായിക്കും? ആ പർട്ടിക്കുലർ പ്രൊമോഷൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സഹായിക്കും, ഓർഗനൈസേഷനെ സഹായിക്കും. അതേപോലെ നമ്മൾ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നല്ല നല്ല സ്ട്രാറ്റജീസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാനും ആരെ സഹായിക്കും? ആ ഒരു പ്രൊമോട്ടായിട്ടുള്ള ഇൻഡിവിജ്വൽ സഹായിക്കും. നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് രണ്ട് തരത്തിലുണ്ട്, ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. നമ്മൾ ഇന്ന് പഠിച്ചത് ഇന്റേണൽ സോഴ്സാണ്. അതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ട്രാൻസ്ഫറും പ്രൊമോഷൻ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് വരുന്നില്ല. അതേസമയം പ്രൊമോഷൻ ആ ഒരു എംപ്ലോയിയുടെ അബ്ജക്റ്റീവ് ആ സ്കില്ലും സാലറി സ്റ്റാറ്റസും എല്ലാം വളർത്തി കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റേജാണ് പറയുന്നത് പ്രൊമോഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം ഇതാണ് നമ്മൾ പഠിച്ച ടോപ്പിക്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.
എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നോക്കാം. ഓക്കെ, ശരി.